നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ഹോസ്റ്റിംഗ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് വെർസൽ ആണ്. നിങ്ങൾ ഓൾറെഡി ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഹോസ്റ്റിംഗ് വെർസൽ ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഹോസ്റ്റിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. അറിയാവുന്ന ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹോസ്റ്റിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു വെബ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ പ്രൊജക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ യൂസേഴ്സിന് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റില്ല അല്ലെ. നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ ഇത് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ആവശ്യമുള്ള യൂസേഴ്സിന് ഇത് ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ ടൈമിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മുടെ ഒരു ആപ്ലിക്കേഷനെ നമ്മൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണം. അതായത് ഇന്റർനെറ്റ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എസ്പെഷ്യലി നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വെർച്വൽ യൂസ് ചെയ്യാം. അതായത് നമുക്കിവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള സെറ്റപ്സ് എസ്പെഷ്യലി നമുക്ക് സെർവർ കോൺഫിഗറേഷന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊരു ഗിറ്റ് റെപ്പോസിറ്ററി മാത്രം മതി. ഗിറ്റ് ത്രൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓട്ടോമാറ്റിക് ബിൽഡ്സ് ആണ്. അതായത് നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ചെയ്ത് ഈ ഒരു കോഡ് പുഷ് ചെയ്യുമ്പോൾ വെർസൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ബിൽഡ് എടുത്ത് ഡിപ്ലോയ് ചെയ്യും. നമ്മുടെ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷനെ ഡിപ്ലോയ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്സിലും ഇപ്പൊ റിയാക്റ്റിലും അല്ലെങ്കിൽ വൈറ്റില് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ബെനിഫിറ്റ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ 3 സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളൊരു വൈറ്റ് യൂസ് ചെയ്തിട്ടൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും, റിയാക്ട് ആപ്ലിക്കേഷൻ. രണ്ടാമത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഗിറ്റിലേക്ക് പുഷ് ചെയ്യും. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഹോസ്റ്റ് ചെയ്യും. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് സിമ്പിൾ ആയിട്ടൊരു കൗണ്ടർ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇന്റർഫേസിൽ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പ് ആയതുകൊണ്ട്, അതായത് വൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. ഓൾറെഡി ഞാൻ ഈ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ റിയാക്ട് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഗിറ്റിലേക്ക് പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. നമ്മുടെ പ്രൊജക്ട് നമ്മൾ ഗിറ്റ് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യണം. അപ്പൊ ഇതാ എന്റെ ഗിറ്റ് റെപ്പോസിറ്ററി. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവൂല്ലേ. നമ്മൾ ചെയ്യുന്ന സാമ്പിൾ പ്രൊജക്ട്സ് എല്ലാം ഇതിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 15 പ്രൊജക്ട്സ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഓരോ ട്യൂട്ടോറിയലിന്റെ അണ്ടറിൽ ഞാൻ സോഴ്സ് കോഡിന്റെ URL കൊടുക്കാറുണ്ടല്ലോ. ഇനി നമ്മൾ ഇന്നത്തെ പ്രൊജക്ട് ആപ്ലിക്കേഷൻ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഗിറ്റ് റെപ്പോസിറ്ററി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ ക്രിയേറ്റിൽ പോയിട്ട് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഗിറ്റ് റെപ്പോസിറ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ID വെച്ചിട്ട് ഒരു ഗിറ്റ് ലോഗിൻ ചെയ്യാം. അപ്പൊ ഇവിടെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യാം. അതായത് നമ്മൾ പുതിയൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിലേക്കാണ് നമ്മുടെ കോഡ് പുഷ് ചെയ്യുന്നത്. ഇനി ഈ റെപ്പോസിറ്ററിന്റെ നെയിം കൊടുക്കുക. ഞാനിവിടെ കൗണ്ടർ റിയാക്ട് ആപ്പ് എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് താഴെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് തന്നെ നമുക്ക് പുതിയ റെപ്പോസിറ്ററി ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എങ്ങനെയാണ് കോഡ് പുഷ് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് റെപ്പോസിറ്ററി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് ആ ഒരു കോഡ് എങ്ങനെയാണ് പുഷ് ചെയ്യേണ്ടത്, രണ്ടിന്റെ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എഗെയിൻ ഇവിടെ വന്നിട്ട് ടെർമിനലിൽ വന്നിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ടെർമിനലോ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോന്റെ ടെർമിനലോ നിങ്ങളുടെ കോഡ് എഡിറ്ററിന്റെ ടെർമിനലിലോ ചെയ്യാം. ഞാനിവിടെ വിഷ്വൽ സ്റ്റുഡിയോന്റെ ടെർമിനലിലാട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് അവർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്യണം. ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യാം. empty repository initialized ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫയൽസ് ആഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ എൻവറോൺമെന്റ് വേരിയബിൾസ് ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ചെയ്യുന്നില്ല. എനിക്ക് ഈ ഫയൽസ് എല്ലാം റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. സോ ഞാൻ ഗിറ്റ് ആഡ് കൊടുക്കുക. എന്നിട്ട് ഡോട്ട് കൊടുക്കുമ്പോൾ എല്ലാം ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഗ്രീൻ കളറിൽ കാണാം. ഏതൊക്കെ ഫയലാണോ നമ്മൾ പുഷ് ചെയ്യാൻ പോകുന്നത് ആ ഫയലൊക്കെ നമുക്ക് ഗ്രീൻ കളറിൽ കാണാം. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് ഗിറ്റിന്റെ കമാൻഡ്സ് അറിയായിരിക്കും, അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഫയൽസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കമ്മിറ്റ് ചെയ്യണം. ഗിറ്റ് കമ്മിറ്റ് -m ഇനി മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്നത് കൗണ്ടർ എന്നാണ്. എൻ്റർ അപ്പൊ കമ്മിറ്റ് ചെയ്തു. ഇനി ഞാൻ ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. അടുത്തത് നമ്മൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് റിമോട്ട് റെപ്പോസിറ്ററി URL. ഇത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാം.
അഗൈൻ കോപ്പി ചെയ്യാം, ആഡ് ചെയ്യാം. നിങ്ങൾക്ക് രണ്ട് വിധത്തിലും ചെയ്യാട്ടോ. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റിമോട്ട് URL ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ബ്രാഞ്ച് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിലേക്ക് ഇപ്പൊ ഗിറ്റ് സ്പേസ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് അടിച്ചാൽ മതി. നമ്മുടെ കറന്റ് ബ്രാഞ്ച് മെയിൻ ആണ്, അത് കാണിക്കും. എന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ റിപ്പോസിറ്ററിയിലേക്ക് ഈ കോഡ് പുഷ് ചെയ്യുവാണ്. ഇനി പുഷ് ചെയ്യേണ്ട കമാൻഡ് ഗിറ്റ് സ്പേസ് പുഷ് -u ഒറിജിൻ നമ്മുടെ ബ്രാഞ്ച് നെയിം കൊടുക്കുക. പ്രൊജക്ട് പുഷ് ആയിട്ടുണ്ട്. ഇനി വന്നിട്ട് റിപ്പോസിറ്ററി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇവിടെ കണ്ടല്ലേ നമ്മുടെ കോഡ് ഇവിടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്റ്റിംഗ് ചെയ്യാം. അപ്പൊ തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ വെർസലിൽ പോവുക. അപ്പൊ നിങ്ങൾ വെർസൽ എന്ന് പറഞ്ഞ versal.com എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ മതി ഗൂഗിളിൽ. അതിൽ ഫസ്റ്റ് കാണുന്ന ആ ഒരു URL ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് എടുത്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പ്രൊജക്ട് ആഡ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഡാഷ്ബോർഡ്. ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ റൈറ്റ് സൈഡിൽ ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോപ്പ് ഡൗൺ ഇല്ലേ, അതിൽ നിന്ന് ആഡ് ന്യൂ എന്ന് പ്രൊജക്ട് എടുക്കാം. പ്രൊജക്ട് എടുത്തിട്ട് ആഡ് ഗിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഗിറ്റ് അക്കൗണ്ടുമായിട്ട് ഇത് സെലക്ട് ചെയ്യുക. only select all repositories or നമ്മൾ സെലക്ട് ചെയ്യുന്ന റിപ്പോസിറ്ററി മാത്രം കൊടുക്കാം. അതിന് നമ്മുടെ റിപ്പോസിറ്ററി ഞാൻ ഓൾറെഡി എന്റെ ഗിറ്റ് അക്കൗണ്ടുമായിട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഈ ഒരു പോപ്പപ്പ് വിൻഡോ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ലിങ്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ കൗണ്ടർ റിയാക്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പല്ലേ ഹോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്, അത് ചൂസ് ചെയ്തു. എന്നിട്ട് താഴെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ ഇമ്പോർട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോവുകയാണ്, ഇമ്പോർട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ഫ്രെയിം വർക്ക് ഇതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആംഗുലറോ ഏതാണോ നിങ്ങളുടെ ഫ്രെയിം വർക്ക് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവർ പറഞ്ഞ പോലെ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫയൽസ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബിൽഡ് ഔട്ട്പുട്ട്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽഡിന്റെ കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അത് നമ്മുടെ ഫ്രെയിം വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ വൈറ്റ് ആയതുകൊണ്ട് npm run build or white build ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡയറക്ടറി പ്ലേസ് ചെയ്യുന്ന ഡയറക്ടറിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇൻസ്റ്റലേഷൻ കമാൻഡ്. ഇപ്പൊ നമ്മൾ ഇതൊന്നും സെറ്റ് ചെയ്യണ്ട, അതാ ഞാൻ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഒരു കോൺഫിഗറേഷന്റെ ആവശ്യമില്ല, ജസ്റ്റ് നമ്മുടെ പ്രൊജക്ട് ചൂസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമുക്ക് എൻവയോൺമെന്റ് വേരിയബിൾസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിത് കൊളാപ്സ് ചെയ്യുവാണ്. ഇനി ഡിപ്ലോയ് ക്ലിക്ക് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും കേട്ടോ. ഡിപ്ലോയ്ഡ് ആയിട്ടുണ്ട്, കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു പ്രൊജക്ടിന്റെ ഒരു ഓവർവ്യൂ വരുന്നുണ്ട്, നമ്മുടെ ആ ഇന്റർഫേസിന്റെ ഡിസൈൻ ഇല്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോയ്മെന്റിന്റെ ഇതും അതുപോലെ തന്നെ ഡൊമൈനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇതൊരു URL ആണ്, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും ഇത് ത്രൂ. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രൊജക്ട് വരും. ഇവിടെ കണ്ടോ ഇന്റർനെറ്റ് ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി ആർക്ക് വേണമെങ്കിലും ഇവിടെ നമുക്ക് എന്താ പറയാ പ്രയോറിറ്റി അല്ലെങ്കിൽ സ്പെസിഫൈ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ആർക്കൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ള സെക്യൂരിറ്റി ഒക്കെ സെറ്റ് ചെയ്യാം. അത് നമ്മുടെ എന്താ പറയാ റിയൽ പ്രൊജക്റ്റിൽ നമുക്ക് അത് ഡെഫിനറ്റ് ആയിട്ടും ആവശ്യം ഉണ്ടാവുമല്ലോ. ഇവിടെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഒക്കെ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇനി നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ, അതായത് നമ്മുടെ കോഡിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്ത് നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്യുമല്ലോ, ആ ചേഞ്ച് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു വെർസലിൽ എന്താ പറയാ ഡിപ്ലോയ് ആയിക്കോളും. നമ്മളത് ഇനിയും ബിൽഡ് എടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. അതാണ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ ഒരു സാമ്പിളും കൂടെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അഗൈൻ ഈ app.jxs വന്നിട്ട് ഇതിന്റെ ഹെഡറിൽ ഒരു ചേഞ്ച് ചെയ്യാം. റിയാക്ട് കൗണ്ടർ ആപ്പ് റിയാക്ട് കൗണ്ടർ എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇന്റർഫേസിലൊന്ന് കൺഫേം ചെയ്യാം. ഇവിടെ കണ്ടില്ലേ റിയാക്ട് കൗണ്ടർ എന്നല്ലേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ കൂടെ ആപ്ലിക്കേഷനും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാ, ഫസ്റ്റ് നമ്മൾ പുഷ് ചെയ്യണം അല്ലെ. അപ്പൊ ഗിറ്റ് കമാൻഡ് ഇപ്പൊ നമ്മൾ ഏത് ഫയലാണോ ചേഞ്ച് ചെയ്തത്, ഏതൊക്കെ ഫയലാണോ പുഷ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗിറ്റ് സ്റ്റാറ്റസ് എടുത്താൽ മതി. ഇപ്പൊ ഇവിടെ കണ്ടോ മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ പ്രൊജക്ടിന്റെ URL കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള ഫയൽ മാത്രം നിങ്ങൾക്ക് പുഷ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഗിറ്റ് സ്പേസ് ആഡ് സ്പേസ് ആ ഫയലുകൾ കൊടുക്കാം.
ഇല്ല, ഈ മോഡിഫൈ ചെയ്തിരിക്കുന്ന എല്ലാ ഫയൽസും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഗിറ്റ് ആഡ് ഡോട്ട് കൊടുത്താൽ മതി. ഇപ്പൊ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഞാനിതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഗിറ്റ് സ്റ്റാറ്റസ് ഒന്നും കൂടെ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ കണ്ടോ ഗ്രീനിലേക്ക് മാറിയില്ലേ, അതായത് നമ്മൾ ഈ ഫയൽ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒന്നും കൂടെ ക്ലിയർ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. അഗെയിൻ ഗിറ്റ് കമ്മിറ്റ് -m ഇവിടെ നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കും കേട്ടോ ഓരോ കമ്മിറ്റിലും. ഇപ്പൊ നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിലാണെങ്കിൽ ഓരോ കമ്മിറ്റിലും എന്താണോ നമ്മൾ ചേഞ്ച് ചെയ്തത്, ഇപ്പം ആദ്യം നമ്മൾ പുഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ടിപ്പോ നമ്മൾ ഒരു കമ്പനിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ടെസ്റ്റേഴ്സ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബഗ്സ് നമുക്ക് തരുമ്പോൾ അത് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ CR ഒക്കെ ആണെങ്കിൽ അതിന് മീനിങ് ഫുൾ ആയിട്ടുള്ള കമ്മിറ്റ് മെസ്സേജ് കൊടുത്ത് കമ്മിറ്റ് ചെയ്യാം. കമ്മിറ്റ് ചെയ്ത് എത്ര ഫയൽസ്, എത്ര ഇൻസേർഷൻ, എത്ര ഡിലീഷൻ എന്നൊക്കെ കാണിക്കും. ക്ലിയർ ചെയ്തിട്ട് ഗിറ്റ് എഗെയിൻ നേരത്തെ നമ്മൾ ചെയ്തില്ലേ, ഗിറ്റിലേക്ക് പുഷ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഗിറ്റ് പുഷ് -u ഒറിജിൻ കമാൻഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രാഞ്ച് നെയിം കൊടുത്ത് പുഷ് ചെയ്യാം. പുഷ് ചെയ്തിട്ട് ആദ്യം നമ്മുടെ ഗിറ്റ് റെപ്പോസിറ്ററിയിൽ വന്ന് റിഫ്രഷ് ചെയ്തിട്ട് സോഴ്സിൽ app.jxs എടുത്തിട്ട് ഹെഡറിൽ പോയി നോക്കിയപ്പോ കണ്ടോ അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെർസലിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ റീബിൽഡ് എടുക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡ് എടുക്കുന്നുണ്ട്. ബിൽഡ് എടുത്തിട്ട് എഗെയിൻ നമ്മൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡൊമൈനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ ആപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് റിഫ്രഷ് ചെയ്തോളൂ. അതാ ഞാൻ പറഞ്ഞത്, അവിടെ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ട് അത് ചെക്കിങ് നമ്മുടെ റിപ്പോസിറ്ററി ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് അവിടെ വരുന്ന ചേഞ്ചസ് ഇവിടെയും റിഫ്ലക്റ്റ് ആവും. ആപ്ലിക്കേഷൻ വന്നിട്ടില്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്